അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഗ്രാനി സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഗ്രാനി സ്ക്വയർ വലുതാക്കി ചെയ്യണം. ഇപ്പം നമ്മൾ സ്ലിംഗ് ബാഗാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ സ്ലിംഗ് ബാഗൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ഒരു ഗ്രെഡിൽ ചെയ്ത പാറ്റേൺസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. കോർണറിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ, ചെയിൻ 2 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ബാക്കി എല്ലാ സ്ഥലത്തും 3 DC വീതം ചെയ്ത് കൊടുക്കുക. എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ 2 3 4 റൗണ്ട് ചെയ്യുമ്പോൾ നല്ല വലുപ്പത്തിൽ കിട്ടും. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു റോ ചെയ്യുക. എനിക്ക് ഈ ഒരു മെഷർമെൻറ്റ് മതി, അതുകൊണ്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി, ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്, അപ്പോൾ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. താഴെ റൗണ്ട് നമ്മൾ ചെയ്ത DCയുടെ നേരെ ടോപ്പിൽ ഇങ്ങനെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെ കാണും. ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ടൈലൻ്റ് എടുത്തിട്ട് ഞാൻ വൈറ്റ് കളർ യാണാണ് ചൂസ് ചെയ്യുന്നത്. യാണോട് ചെയ്ത് ഹുക്കിൻ്റെ മുകളിലേക്ക് വലിച്ചിട്ട് ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. താഴെ ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ ഈ ഒരു സ്പേസ് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2 2 സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ ഈ ഒരു സ്പേസിൽ ചെയ്യുന്നത്. അപ്പോൾ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 2 ചെയ്യുക. വീണ്ടും നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ കോർണർ എന്ന് പറയുന്നത് 2 സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 സിംഗിൾ ക്രോഷ്യ ഈ ഒരു സെയിം സ്പേസിൽ ചെയ്യും. അപ്പോൾ നമ്മൾ കോർണർ ഇങ്ങനെ ടേൺ ചെയ്ത് വരും. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് അടുത്ത കോർണർ എത്തുന്ന വരെ ഇങ്ങനെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു എൻഡ് എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോർണർ എത്തുന്നവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാൻ ഇവിടെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സ്പേസ്, ഈ ഒരു കോർണറാണ് നമുക്കുള്ളത്. ഈ ഒരു കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, സെയിം സ്പേസിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത കോർണറും ഇവിടെ ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം, ഈ ഒരു കോർണറിലും 2 സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ഈ കാണുന്ന എല്ലാ ചെയിൻ സ്റ്റിച്ചിലും 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ ഇതിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. കോർണറിൽ 2 സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ ഒരു എൻ്റെ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. കോർണറിൽ 2 സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ 4 കോർണറും ചെയ്തു. ഈ റൗണ്ട് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫസ്റ്റ് ചെയിൻ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ആ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാൺ കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഹുക്ക് ഇങ്ങനെ മുകളിലേക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കളറാണോ ബാഗിന് മെയിനായിട്ട് വേണ്ടത് ആ കളർ യൂസ് ചെയ്യുക. ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നില്ല. ആ കളർ വെച്ചിട്ടാണ് ബാഗിൻ്റെ സ്ലിംഗ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് കളറിലാണോ വേണ്ടത് ആ ഒരു കളറ് ആണ് നിങ്ങൾ ഇനി ചൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കസ്റ്റമർ പറഞ്ഞത് അവർക്ക് ഈ ഒരു ഗ്രീനാണ് വേണ്ടതെന്നാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീനാണ്
ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 പ്ലേയുടെ യാണാണുള്ളത്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ്, വളരെ തിന്നായ യാണായതുകൊണ്ട് ഞാനിത് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ 4 പ്ലേയുടെ യാണുണ്ടെങ്കിൽ നിങ്ങൾ 4 പ്ലേ യാണ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് 2 എണ്ണം യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് 2 പ്ലേയുടെ തിന്നായിട്ടുള്ള യാണായതുകൊണ്ടാണ് ഞാനിത് 2 എണ്ണം യൂസ് ചെയ്യുന്നത്. സെയിം ഹുക്ക് സെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹുക്ക് സെറ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇത് 4 പ്ലേ തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഹുക്ക് സെറ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നോക്കുക ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന് പ്രത്യേകം നോക്കുക. അതിന് ശേഷം കുറച്ച് ടൈലൻ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ യാൺ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് ഞാനിനി ഹാഫ് DC ആണ് ചെയ്യുന്നത്. ചെയിൻ 2 ചെയ്യുക. പിന്നെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഹാഫ് DC ചെയ്ത് കൊടുക്കാം. 1 നമ്മൾ ഈ കോർണർ എത്തുന്ന വരെ. അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ഈ കോർണറിൽ 4 കോർണറിലും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കണം. 4 കോർണറിലും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമായി കിട്ടും. അപ്പോൾ നിങ്ങൾ 4 കോർണറിലും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ കോർണറൊക്കെ മനസ്സിലാവാതിരിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 യാണ് വെച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഒരു യാണ് തന്നെ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എനിക്ക് ആ കളറ് ബുക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞ കളറ് ഈ ഒരു കളറ് ഇല്ല, ഷെയ്ഡ് ഇല്ല 4 പ്ലേയിൽ. ഇല്ല എന്നല്ല, ആ ടൈമിൽ അവൈലബിൾ അല്ല ഈ ഞാൻ നോക്കിയ ടൈമിൽ. അപ്പോൾ ഞാൻ 2 പ്ലേൻ്റെ യാണാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 2 എണ്ണം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 4 പ്ലേ യാണ് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി 6 പ്ലേ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കോർണറിലെത്തിയിട്ടുണ്ട്. ഈ കോർണറിലെത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC വീതം ചെയ്തു. ഈ കോർണറിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് DC, ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് DC, ചെയിൻ 2 ഒരു ഹാഫ് DC ആണ് കോർണറിൽ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി വരുന്ന എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഹാഫ് DC വീതം ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്കി ഓരോ സ്ഥലത്തും ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് DC ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഒരു ഹാഫ് DC, 2 ചെയിൻ, ഒരു ഹാഫ് DC ചെയ്യുക. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഈ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഹാഫ് DC വീതം ചെയ്ത് കൊടുക്കുക. കോർണറിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കോർണർ നിങ്ങൾ എന്തായാലും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കണം. ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC വീതം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യുക കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് 2 പ്ലേ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം 3 പ്ലേയുടെ ഒരു കട്ടിയുണ്ട് ഈ ഒരു യാണിന്. എന്താ വെച്ചാൽ സ്റ്റിച്ചസൊക്കെ കുറച്ച് വലുതായി വരുന്നത് കണ്ടോ. അപ്പം 2 യാണ് വെച്ചപ്പോൾ 6 പ്ലേൻ്റെ കട്ടിയുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ 4 പ്ലേ ആണെങ്കിൽ 4 പ്ലേ വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ അവർ 2 പ്ലേ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു 6 പ്ലേൻ്റെ തിക്നെസ്സൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം ഞാൻ സെക്കൻഡ് കോർണറിലെത്തിയിട്ടുണ്ട്. സെക്കൻഡ് കോർണറിലും നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കോർണറിൽ നമ്മൾ ഒരു ഹാഫ് DC, ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് DC കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ കോർണർ ഇവിടെ ടേൺ ആയി വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഹാഫ് DC ചെയ്യുക. കോർണറിൽ
ഒരു ഹാഫ് ഡി സി, ചെയിൻ 2 ഒരു ഹാഫ് ഡി സി ചെയ്യുക. പിന്നെ ഇങ്ങനെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് ഡി സി ചെയ്യുക. വീണ്ടും കോർണറിൽ ചെയിൻ ഒരു ഹാഫ് ഡി സി, ചെയിൻ 2 ഒരു ഹാഫ് ഡി സി ചെയ്യുക. അങ്ങനെ ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഈ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റോയിൽ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്തു. 4 കോർണറിലും 1 ഹാഫ് ഡി സി, ചെയിൻ 2 1 ഹാഫ് ഡി സി സെയിം കോർണറിൽ ചെയ്തു. അങ്ങനെ നമ്മൾ ഈ റോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഫസ്റ്റ് 2 ചെയിൻ ചെയ്തതിൻ്റെ കഴിഞ്ഞിട്ടുള്ള 3rd ചെയിനിൽ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിച്ചിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റോ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്തിട്ട് സെയിം പാറ്റേൺ തന്നെ 2 3 റോ ചെയ്ത് കൊടുക്കുക. ഈ ഇപ്പോൾ ചെയ്ത ഈ ഗ്രീനിൽ ചെയ്ത സെയിം റോ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. എത്ര മെഷർമെൻറ്റ് വേണമെങ്കിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ചെയിൻ 2 ചെയ്യുക. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. കോർണർ എത്തുന്ന വരെ ഓരോ ഹാഫ് ഡി സി ചെയ്യാം. ഞാനിവിടെ കോർണറിൽ എത്തിയിട്ടുണ്ട്. കോർണറിൽ ഒരു ഹാഫ് ഡി സി, ചെയിൻ 2. അപ്പോൾ ഞാൻ കോർണറിൽ എത്തിയിട്ടുണ്ട്. കോർണറിൽ നമുക്ക് ഒരു ഹാഫ് ഡി സി, ചെയിൻ 2 സെയിം കോർണറിൽ തന്നെ ഒരു ഹാഫ് ഡി സി കൂടി ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓരോ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഹാഫ് ഡി സി വീതം അടുത്ത കോർണർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ഈ റൗണ്ട് മുഴുവനും റിപ്പീറ്റ് ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ ചെയ്ത സെയിം പാറ്റേൺ ആണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്യുക. കോർണറിലെത്തുമ്പോൾ കോർണറിൽ ആ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി, ചെയിൻ 2 ഒരു ഹാഫ് ഡി സി ചെയ്യുക. അങ്ങനെ നമ്മൾ 4 കോർണറിലും ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ സെക്കൻഡ് റൗണ്ടും 4 കോർണറിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാനിവിടെ ഈ ഗ്രീനിൽ ചെയ്ത സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആവാൻ എനിക്കൊരു സ്റ്റിച്ചും കൂടി ചെയ്യാനുണ്ട്. ഞാൻ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് 2 ചെയിൻ ചെയ്ത് ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള 3rd ചെയിനിൽ ഇങ്ങനെ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ചെയിൻ 2 ചെയ്യുക. ഈ സെക്കൻഡ് റൗണ്ട് ചെയ്ത സെയിം പാറ്റേൺ തന്നെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി വീതം ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്യുക. നമുക്ക് ഈ ഒരു കോർണർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി വീതം ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ നമുക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്ലിംഗ് ബാഗ് ആണ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് പില്ലോ കവർ ആണെങ്കിലോ പില്ലോ കവറിൻ്റെ മെഷർമെൻറ്റിൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റോ ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുമാതിരി സോഫേൻ്റെ സെറ്റിലിടുന്ന കുഷ്യൻ നെറ്റ് അതൊക്കെ നമുക്ക് ഈ ഒരു ഇതിനെ കൊണ്ട് ചെയ്യാം. നമ്മളിപ്പം ചെയ്യുന്നത് സ്ലിംഗ് ബാഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് ഒരുപാട് യൂസസ് ഉണ്ട്. അപ്പം ഞാനിവിടെ സ്പേസിൽ ഒരു ഹാഫ് ഡി സി, ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് ഡി സി കൂടി ചെയ്തു. ഫസ്റ്റ് കോർണർ ചെയ്തു. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഹാഫ് ഡി സി വീതം ചെയ്യുക. ഇവിടെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത കോർണർ എത്തുന്ന വരെ കോർണറിൽ ഒരു ഹാഫ് ഡി സി ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി, ചെയിൻ 2 ഒരു ഹാഫ് ഡി സി ചെയ്യുക. പിന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്
ഒരു ഹാഫ് ഡി സി ചെയ്യുക. കോർണറിൽ മാത്രം നമ്മൾ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഹാഫ് ഡി സി ചെയിൻ ടു ഒരു ഹാഫ് ഡി സി ചെയ്യുക. അങ്ങനെ ഈ റോ മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരുപാട് കാണിക്കാത്തത്. നമ്മളെ വീഡിയോ അല്ലെങ്കിൽ തന്നെ ലോങ് വീഡിയോ ആയി പോവും. അപ്പം മെയിനായിട്ട് ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതുകൊണ്ടാണ് ഇനി റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഞാനിവിടെ തേർഡ് റോയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. തേർഡ് റോ കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 ചെയിൻ ചെയ്തത് കഴിഞ്ഞിട്ടുള്ള തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് ഏകദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കിവിടെ 7.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടി, വിഡ്ത്തൊക്കെ 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ലെങ്ത്തും വിഡ്ത്തും വേണമെങ്കിൽ ഈ ഒരു സെയിം പാറ്റേൺ നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ചെയിൻ 2 ചെയ്യുക, ഓരോ ചെയിനിലും ഹാഫ് ഡി സി ചെയ്യുക. കോർണറിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കോർണറിൽ ഒരു ഹാഫ് ഡി സി, ചെയിൻ 2 ഒരു ഹാഫ് ഡി സി, പിന്നെ എല്ലാ ചെയിനിലും ഒരു ഹാഫ് ഡി സി, കോർണറിൽ ഒരു ഹാഫ് ഡി സി, ചെയിൻ 2 ഒരു ഹാഫ് ഡി സി കോർണറിൽ. അങ്ങനെ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലും വിഡ്ത്തിലും വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യാണ് കട്ട് ചെയ്യാണ്. ചെയിൻ 1 ചെയ്യുക. നമുക്കിവിടെ യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഹുക്ക് ഇങ്ങനെ മുകളിലേക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര മെഷർമെൻറ്റ് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയിൻ 1 ചെയ്ത് യാണ് കട്ടൊക്കെ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് യാണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കണം. സെയിം പാറ്റേൺ തന്നെ നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു സ്ക്വയർ ഗ്രാനി സ്ക്വയർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ടൈലൻഡ് നമ്മൾ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ ടൈലൻഡ് രണ്ടും കൂടി ഒന്ന് കെട്ടിയിട്ട് ബാക്കി വരുന്ന ബാലൻസ് വരുന്ന ഈ ആണ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മുടെ ബാക്ക് സൈഡാണിത്. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും ബാക്ക് സൈഡും. ഇതാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇത് ബാക്ക് സൈഡ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു പീസും കൂടി ചെയ്തെടുക്കാം. സെയിം വീഡിയോ നോക്കിയിട്ട് ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടും ഇത് ബാക്കുമാണ്. അപ്പോൾ ഞാൻ ബാക്ക് ഇങ്ങനെ ഒരു പീസിൻ്റെ ബാക്ക് ഇങ്ങനെ മുന്നോട്ട് വെച്ച്, അതുപോലെ ഇതാണ് ബാക്ക് വരുന്നത്. അപ്പോൾ ഈ ബാക്കും ഒരുമിച്ച് വെക്കുക. ഈ പീസിൻ്റെ ബാക്കും ഒരുമിച്ച് വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ നല്ല ഭാഗമാണ്, ഇവിടെയും നമ്മളെ നല്ല ഭാഗമാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ 2 പീസിൻ്റെ നല്ല ഭാഗവും 2 പീസിൻ്റെ ബാക്കും ഒന്നിച്ചിങ്ങനെ വെക്കുക. ഇത് ബാക്ക് സൈഡ് ഇതുപോലെ ബാക്ക് സൈഡ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ഫ്രണ്ടാണോ നല്ല ഭാഗമാണോ ഈ ഒരു ഭാഗത്ത് വെച്ച് നോക്കുക. അതുപോലെ ഇവിടെയും നല്ല ഭാഗമാണോ നോക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബാക്ക് സൈഡ് വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു കോർണർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് കോർണർ ആയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു കോർണർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ കോർണറിലേക്കാണ് ഇനി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ കോർണറിലേക്ക് ഫസ്റ്റ് പീസിൻ്റെ കോർണറിലേക്കും സെക്കൻഡ് പീസിൻ്റെ കോർണറിലേക്കും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 പീസിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിക്കണമെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പീസിൻ്റെ കോർണറും സെക്കൻഡ് പീസിൻ്റെ കോർണറും ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ടൈലൻഡ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക. നമ്മളിനി ഈ 2 പീസിനെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഈ ഭാഗത്തേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത സെക്കൻഡ് പീസിൻ്റെ ചെയിൻ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾക്ക് സ്ലീപ്പ് സ്റ്റിച്ച് വേണമെങ്കിലും സ്ലീപ്പ് സ്റ്റിച്ച് വെച്ചിട്ടും ജോയിൻ ചെയ്യുക. പക്ഷേ ഞാൻ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ചെയിനിലും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിലെ സെക്കൻഡ് പീസിലും ഹുക്ക് ഇൻസേർട്ട് ആയിരുന്നോ നോക്കുക. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഇതുപോലെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് അല്ല, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പറയുമ്പോൾ ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോകുന്നുണ്ട്. ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെക്കൻഡ് പീസിൻ്റെ ചെയിനിലും നോക്കുക കറക്റ്റാണോ നോക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ ജോയിൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡ് വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് 2 പീസിലും കൂടിയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ 2 പീസിൻ്റെ ഉള്ളിലൂടെയും വേണം അങ്ങനെ ഹുക്ക് പോവാൻ. എന്നിട്ട് വേണം യാൺ എടുത്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കവിടെ ജോയിൻ്റ് ആയി വരില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളത് ആദ്യം ഫസ്റ്റ് തന്നെ അത് ചെയ്യരുത്. ഞാൻ എന്നാണെങ്കിലും ഞാനിതൊരു പുതിയ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്ന് ഫസ്റ്റ് നല്ലോണം ഒന്ന് വാച്ച് ചെയ്യും. ഏതൊക്കെ സ്റ്റിച്ചസ് ആണ്, പിന്നെ അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്നൊക്കെ വാച്ച് ചെയ്തിട്ട് പിന്നെ അതൊക്കെ ഞാനൊരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കും. എനിക്കൊരു ബുക്കുണ്ട്, ആ ബുക്കിലേക്ക് എഴുതി വെക്കും. അതുപോലെ നിങ്ങൾ ഓരോ ബുക്ക് ഉണ്ടാവണം. എന്നിട്ട് ആ ബുക്കിൽ ഞാൻ ആദ്യം ഇപ്പോൾ സ്ലിംഗ് ബാഗ് ആണെങ്കിൽ ആ സ്ലിംഗ് ബാഗിൻ്റെ ഒരു ഹെഡിങ് കൊടുക്കും. എന്നിട്ട് സ്ലിംഗ് ബാഗിൽ സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്ത്, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മാജിക് സർക്കിൾ ചെയ്തിട്ട് പിന്നെ 15 ചെയിൻ 3 ചെയ്ത് 15 DC ചെയ്തു എന്നൊക്കെ ഫസ്റ്റ് റൗണ്ട് അതാണ്. സെക്കൻഡ് റൗണ്ടിൽ പിന്നെ പഫ് സ്റ്റിച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ നോക്കി, ഏത് വീഡിയോ ആണെങ്കിലും ആ വീഡിയോ നോക്കി നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പിന്നെ വീഡിയോ ഓണാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റൂല. ഓരോ റൗണ്ടും ഈ എഴുതി വെച്ചത് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് ആ റൗണ്ട് കറക്റ്റ് ആയതിന് ശേഷം അടുത്ത റൗണ്ടിലേക്ക് പോവുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് പാറ്റേൺസ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു എൻഡിലെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വരുന്നത് ഇവിടുത്തെ ഒരു കോർണറും ഈ ഒരു പീസിൻ്റെ കോർണറും പിടിക്കുമ്പോൾ ഒക്കെ കറക്റ്റാക്കിയിട്ട് ബാക്കത്തെ ഫസ്റ്റ് പീസും സെക്കൻഡ് പീസും കറക്റ്റാക്കി പിടിച്ചിട്ടില്ലെങ്കിൽ സ്റ്റിച്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഈ കോർണറിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, സെക്കൻഡ് പീസിൻ്റെ കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. അതിന് ശേഷം ഈ കോർണറിൽ ഞാൻ 1 2 3 കണ്ടോ, ഞാൻ ഇവിടെ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഈ കോർണറിൽ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് വർക്ക് ഇങ്ങോട്ട് ടേൺ ആയിട്ടുണ്ട്. ഇനി വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 പീസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നിങ്ങളിങ്ങനെ പിടിച്ച് നോക്കണം കേട്ടോ, അത് ഈ ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെയൊക്കെ ഓരോ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക ഓരോ കോർണറിലും. അതുപോലെ എന്നോട് ഒരുപാട് ആൾക്കാർ ഞാൻ ചെയ്ത വർക്ക് മാമിൻ്റെ വീഡിയോ കണ്ട് ചെയ്തു, പക്ഷെ അത് കറക്റ്റ് ആവുന്നില്ല. കറക്റ്റ് ആവാത്ത പ്രോബ്ലം അതാണ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ സൂചി നൂലും എടുത്തിട്ട് തുന്നാനിരിക്കരുത്. ഫസ്റ്റ് വീഡിയോസ് കണ്ടിട്ട് ആ വീഡിയോസിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു ബുക്കിലേക്ക് ഇത് എഴുതിയെടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഏത് വർക്കാണെങ്കിലും എത്ര അറിയുന്ന ആളാണെങ്കിലും ഫസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് വീഡിയോ നോക്കി ചെയ്യാതെ അതിലേതൊക്കെ വർക്കുകളുണ്ട് സ്റ്റിച്ചസുകളുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട്, ഞാൻ ഇപ്പോൾ ഏത് സ്റ്റിച്ചസ് കാണുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പാറ്റേൺ കാണുകയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ ഓരോ വർക്കുകൾ, പിന്നെ എപ്പോഴും ആ വീഡിയോ നോക്കി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റില്ലാത്ത ടൈമൊക്കെ ആണെങ്കിലും ആ ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിൽ നോക്കി ചെയ്താലും നമുക്ക്
മനസ്സിലാവും. പക്ഷെ ബുക്ക് മാത്രം നോക്കരുത്, ബുക്കും വീഡിയോ നോക്കുമ്പോഴേ നമുക്ക് ആ കറക്റ്റ് പാറ്റേൺ ഓർമ്മ കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നോക്കുക. അതുപോലെ ഇവിടെ കറക്റ്റാണോ നോക്കുക, ഓരോ കോർണറും ഈ കോർണറും വെച്ച പീസ് വെക്കുന്നത് കറക്റ്റാണോ നോക്കിയിട്ട് വേണം സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാൻ. നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർണറിൽ മാത്രമേ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 പീസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഒരു കോർണറിലെത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കോർണറിൽ തന്നെ 1 2 3 കോർണറിൽ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമുക്ക് 2 കോർണറിലും നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. നമ്മൾ അടിഭാഗമാണ്, ഈ അടിഭാഗത്തും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഈ കോർണറിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ചെയ്തിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അല്ലെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എന്ത് സജഷൻസും ഉണ്ടെങ്കിലും നമുക്കത് ഞാൻ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും അങ്ങനെ ചെയ്ത് നമ്മൾ അടുത്ത 3ാമത്തെ കോർണർ എത്താൻ പോവുകയാണ്. പക്ഷെ നമ്മൾ 2 കോർണറിൽ മാത്രമാണ് ഈ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ കോർണറിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കോർണർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് കോർണർ എത്തിയിട്ടുണ്ട്. ആ കോർണറിലും നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ യാണൊന്ന് വലിച്ച് നോക്കാം നമ്മൾ വർക്ക് കണ്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ചെയ്തിട്ട് ഈ ഭാഗത്ത് ചെയ്തത് ഓപ്പൺ ആക്കുന്ന സെവലാണിത്. നമ്മൾ ഈ ഓപ്പൺ ആക്കിയിട്ട് ഫോണോ കാര്യങ്ങളോ അത്യാവശ്യം വലുപ്പമുള്ള, അത്ര ചെറുതും അല്ല അത്ര വലുതും അല്ലാത്തൊരു പാറ്റേൺ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്, 2 ബാക്ക് സൈഡാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ 2 ഭാഗത്താണ് താഴെ വരുന്ന ഈ 2 കോർണറിലാണ് നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് നമ്മളിത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാഗിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്ലിങ് ചെയ്യണം. അപ്പോൾ സ്ലിങ് എത്ര കട്ടിയിലാണോ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ ലെങ്ത്ത് എത്ര വേണോ, 15 ഇഞ്ചോ അല്ലെങ്കിൽ 20 ഇഞ്ചോ, എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടത്. ഓരോരുത്തർ ഷോൾഡർ ടൈപ്പ് ഇടും, അല്ലെങ്കിൽ അതിലും ഇറക്കം കൂടിയിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ചോയ്സിൽ നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരോട് ചോദിക്കുക എത്ര ഇറക്കം വേണമെന്ന്. അപ്പോൾ നമുക്ക് ഈ വലിച്ചു വെച്ച യാണൊന്ന് ചെറുതാക്കിയിട്ട് ഇനി നമ്മളെ സ്ലിങ് ചെയ്യുകയാണേ. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നമുക്കിതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ വെക്കാം. ലൈനിങ് വെക്കാനായിട്ട് നമ്മളൊരു സിബ് എടുത്തിട്ട് സിബിൽ ആ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്കിത് അറ്റാച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബട്ടൺ വെച്ചിട്ടാണെങ്കിൽ ആ ബട്ടൺ വെച്ചിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ലിങ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 18 ഇഞ്ചാണ് ഞാൻ ഒരു ഭാഗത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അത്രയും മെഷർമെൻറ്റ് നിങ്ങൾ എടുത്തു കൊടുക്കുക. അപ്പോൾ 18 ഇഞ്ച് ലാണ് ഞാൻ ഒരു ഭാഗത്ത്, 18 ആകുമ്പോൾ ഇങ്ങനെ ടോട്ടൽ വലിയ ഫുൾ നോക്കുമ്പോൾ 36 വരും. പക്ഷേ ഞാൻ ഒരു ഭാഗം മാത്രം നോക്കിയപ്പോൾ 18 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ 18 ഇഞ്ചിലെടുക്കുക. ബാക്കിയൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ അടുത്ത കോർണർ ഉണ്ടല്ലോ, ആ ഒരു കോർണറിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സ്ലിങ് ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഹോളിൻ്റെ ഉള്ളൂ ഈ ഒരു സ്പേസിലും അടുത്ത പീസിൻ്റെ സ്പേസിലും കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അതിന് ശേഷം 2 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം വർക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് ഇനി നമ്മൾ യാണോർ ചെയ്തിട്ട് ഈ സ്ലിങ്ങിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. നിങ്ങൾക്കിത് ഹാഫ് ഡി സി വെച്ചിട്ടോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് വീതിയുള്ള ഒരു സ്ട്രാപ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഡി സി വെച്ച് ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡി സി വീതം ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ല നമ്മൾ, ആ ചെയിൻ സ്റ്റിച്ചിലൊക്കെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ഡി സി വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡി സി വീതം ചെയ്തിട്ട് ഈ എല്ലാ ചെയിനിലും ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തും ലാസ്റ്റ് ചെയിനിലും ഒരു ഡി സി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാഗിനെ എങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഭാഗത്ത് സ്പേസ് ഉണ്ട്. ആ സ്പേസ് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ കഴിഞ്ഞിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. അതിനുശേഷം ഹുക്ക് ഇങ്ങനെ മുകളിലേക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്ലിംഗ് ബാഗിൻ്റെ സ്ലിങ്ങും ഇവിടെ 2 ഭാഗത്തും അറ്റാച്ച് ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട ഈ ഒരു ടൈലൻ്റുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കട്ട് ചെയ്ത ഭാഗം, അത് നമ്മൾ ഇങ്ങനെ ഉള്ളോട്ടേക്കാക്കിയിട്ട് നമ്മൾ ഉൾഭാഗത്തേക്കാക്കിയിട്ട് നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. അവിടെ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ നമുക്കിത് കെട്ടി കൊടുക്കാം, ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ അത് അവിടെ നിന്നോളൂ, അല്ലെങ്കിൽ അത് ഊരി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിന് ശേഷം ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഇനി അതുപോലെ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള ഈ ആണുണ്ട്, ഈ ആണ് നമുക്ക് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് ഹൈഡാക്കി കൊടുക്കാം. നമ്മൾ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഏതെങ്കിലും ഒരു ചെയിനിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം. രണ്ടോ മൂന്നോ പ്രാവശ്യം കിട്ടുക, ടൈറ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ആണ് ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫിനിഷ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മളെ സ്ലിങ് ഓരോ ചെയിനിലും ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ബട്ടൺ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ലൈനിങ്ങിൽ സിബ് വെച്ചിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്രാനി സ്ക്വയർ സ്ലിംഗ് ബാഗ് ചെയ്തെടുത്താലോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബാഗാണിത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ സെൻറ്ററിൽ റെഡ്, പിങ്ക്, യെല്ലോ, ഗ്രീന്, ഡാർക്ക് ഗ്രീന്, അതുപോലെ റെഡ്, വൈറ്റ് എന്നൊക്കെയുള്ള കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം.